മാർച്ച് മാസത്തിൽ എക്സാമിൻ്റെ ടൈമിൽ ഉച്ചയ്ക്കാണ് പരീക്ഷ. അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവനെ നിർബന്ധിച്ചു, എന്തിന്, കളി നിർത്തൂ, പരീക്ഷയ്ക്ക് പോ, പഠിച്ചില്ലെങ്കിലും പരീക്ഷ അറ്റൻഡ് ചെയ്യും. അവൻ നിർത്തിയില്ല. സ്വാഭാവികമായിട്ട് അമ്മമാർ എന്ത് ചെയ്യും, ദേഷ്യം വന്നാൽ മൊബൈലെടുത്ത് മാറ്റി. അവൻ ഉടനെ ചെയ്തതെന്ന് വെച്ചാൽ അമ്മ മൊബൈലെടുത്ത് കിച്ചണിലേക്കാണ് പോയത്. അപ്പം അമ്മയും മകനും ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവരുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട്. അമ്മേനെ മകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇമ്പൾസീവ് ആക്ഷനായിരുന്നു. അമ്മയുടെ തല നമ്മുടെ ഡോറിൻ്റെ ഏണുമ പോയി 2 പ്രാവശ്യം ഇടിച്ചു. അമ്മ ബോധം കെട്ട് വീണ വശം കയ്യിൽ നിന്ന് ഫോണെടുത്ത് അവൻ ഗെയിം കണ്ടിന്യൂ ചെയ്തു. പിന്നീട് സ്വാഭാവികമായിട്ടും ബേസിക് നീഡ് എന്താ, വിശന്നപ്പോൾ അവൻ അമ്മേനെ വിളിച്ചു. അവൻ ഓർമ്മയില്ല, അവൻ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു അഡിക്ഷനിലാണ്. അവൻ അമ്മേനെ വിളിച്ചു. അവൻ പറഞ്ഞു, മേഡം ഞാൻ 2-3 പ്രാവശ്യം അമ്മേനെ ഉറക്കെ വിളിച്ചു. ദേഷ്യം വന്ന് അടുക്കളയിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അമ്മ ബോധം കെട്ട് ബ്ലഡ് ക്ലോട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കേട്ട് കിടക്കുകയാണ്. ഉടനെ തന്നെ അവൻ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലത്തെ ആൾക്കാരെയും കൊണ്ടുപോയി. ചെന്നു, ചെറിയൊരു ബോധം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ മരിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് അവർ ചോദിച്ചു എന്ത് പറ്റി എന്നുള്ളത്. പ്രഷറിനും പല കാരണങ്ങളും പറഞ്ഞ് മോനെ സേവ് ചെയ്യുക ചെയ്തത്. അപ്പം അവനറിയാം അവൻ്റെ അമ്മ അവനെ സേവ് ചെയ്ത് അമ്മ ഈ ലോകത്ത് നിന്ന് പോയി. അതവന് വല്ലാത്ത ഷോക്കായി. ബട്ട് ഹീസ് നോട്ട് ഏബിൾ ടു ഗീവ് അവേ ഫ്രം ദറ്റ് അഡിക്ഷൻ ഇപ്പോഴും. അപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഐ നീഡ് ഹെൽപ്പ്. ഇന്ന് അവൻ എന്ന് പറയുന്നത് അവനെ നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിച്ചു. അവന് വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് സെഷൻസും തെറാപ്പിയും മെഡിസിനും കൊടുത്ത് എൻ്റെ